നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഷവോമി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ റെഡ്മി 10 പ്രൈം. നമുക്ക് പരിശോധിക്കാം റെഡ്മി 10 പ്രൈമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഷവോമി ഈ ഒരു ഫോണിനെ പുറത്തിറക്കിയിരിക്കുന്നത് പോലും ഓൾ റൗണ്ട് സൂപ്പർ സ്റ്റാർ എന്ന ഒരു ടാഗ് ലൈനിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റെഡ്മി 10 പ്രൈം. റെഡ്മി 10 സീരീസിൽ നിരവധി സ്മാർട്ട് ഫോൺ ഇപ്പോൾ തന്നെ ഷവോമി ഇന്ത്യയിൽ പുറത്തിറക്കി. ആ ഒരു ലൈനപ്പിൽ ഏറ്റവും പുതുതായിട്ട് ഇറക്കുന്ന സ്മാർട്ട് ഫോണാണ് റെഡ്മി 10 പ്രൈം. എനിവേ ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഷവോമിയുടെ ലോഗോ റെഡ്മി 10 പ്രൈം എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് അൺബോക്സ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബോക്സിൻ്റെ സൈഡിൽ സാധാരണ ഷവോമിയുടെ മുൻകാല ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷവോമിക്ക് കിട്ടിയ ചില അംഗീകാരങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, അതുപോലെ ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, ISO 9001 ആൻഡ് 14001 സർട്ടിഫൈഡ് സർവീസ് സെൻറ്റർ കവറേജ് പാൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മളിന്ന് ഇവിടെ പരിശോധിക്കുന്ന ഈ ഒരു മോഡൽ ഫോണിൻ്റെ കളർ വേരിയൻറ്റ്, സ്പെല്ലിംഗ് ആദ്യം ഞാൻ പറയാം, BIFROST, ബൈഫ്രോസ്റ്റ്. ബീഫ്രോസ്റ്റ് അല്ല, ബൈഫ്രോസ്റ്റ് എന്ന് വേണം വായിക്കാനെന്ന് തോന്നുന്നു. എനിവേ ബൈഫ്രോസ്റ്റ് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ഒരു റോം വേരിയൻറ്റ് വന്നിട്ട് നമ്മൾ പരിശോധിക്കുന്നത് 6GB റാം 128GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. ഇവിടെയും മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, ഒരു ബോക്സ് പവേർഡ് ബൈ റെഡ്മി എന്ന് എഴുതിയൊരു ബോക്സ്. അതിനകത്ത് സിം ഇജക്ടർ പിൻ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. യെസ്, നല്ല ക്വാളിറ്റി ഉള്ള കേസ് തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ക്വാളിറ്റി ഉണ്ട്. അത് കൂടാതെ ഇനി ഫോണാണ് മെയിനായിട്ട് ബോക്സിനകത്തേക്ക് ഇരിക്കുന്നത്. ഇതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ. അതിലേക്ക് നമുക്ക് വരാം. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കൂടി നോക്കാം. വേറെ നോക്കുമ്പോൾ ഇതിനകത്ത് ചാർജറായിട്ട് 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ബാറ്ററിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയാം. അതുപോലെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിങ് കേബിളാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതേ ഇരിക്കുന്നു റെഡ്മി 10 പ്രൈം. ഞാൻ ഇതുവരെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ല. നിങ്ങളോടൊപ്പം തന്നെ അൺബോക്സ് ചെയ്ത് ഞാനും കാണുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു ബാക്ക് സൈഡ് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് കാണാം. അടിപൊളി അല്ലേ, നല്ല രസമുണ്ട്. ഇതിനകത്തിരിക്കുന്ന കണ്ടിട്ട് തന്നെ നല്ല രസമുണ്ട്. എനിവേ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ പുറത്തേക്ക് എടുക്കുന്നു. സൂപ്പർ, നല്ല രസമുണ്ട്, നല്ലൊരു ഗ്ലോസി ലുക്ക്. സാധാരണ അടുത്തിടെ ഇറങ്ങിയ ഷവോമിയുടെ ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണുകളുടെയൊക്കെ ഡിസൈനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഒരു ഭംഗിയുള്ള ഡിസൈൻ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കളർ പാറ്റേൺ അടിപൊളി കേട്ടോ. ഡ്യുവൽ കളർ പാറ്റേൺ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ബൈഫ്രോസ്റ്റ് ബ്ലൂ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ ബൈ എന്നുള്ളത് 2 എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. 2 കളർ ടോൺ, ഒരു ഗ്രേഡിയൻ്റ് ലുക്ക്. എന്ത് തന്നെയായാലും അടിപൊളി. മുകളിലൊരു സിൽവർ കളറും താഴെ ഇത്തരത്തിലൊരു ഇൻഡിഗോ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ളൊരു കളറുമാണ്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കളർ പാറ്റേൺ, അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ക്യാമറ മൊഡ്യൂൾ ഒക്കെ അടുത്തിടെ ഷവോമിയുടെ റെഡ്മി 10 സീരീസിൽ തന്നെ നമ്മൾ കണ്ട പല ഫോണുകളിലും കണ്ട ഒരു ക്യാമറ മൊഡ്യൂളിന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സെയിം ഒരു സമാനമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറ മൊഡ്യൂളാണ്. നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 1 2 3 4 ക്യാമറകൾ കാണാം. LED ഫ്ലാഷ് ലൈറ്റ് കാണാം. ഇവിടെ AI ക്യാമറയാണെന്ന് എഴുതിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ മൊത്തത്തിൽ ഫോണിൻ്റെ ആ ഒരു ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ഇതുപോലെ റെഡ്മി എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ വലിയ വെയിറ്റ് ഒന്നുമില്ല, 192 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഓർക്കുക, ഈ ഒരു ഫോണിനകത്ത് 6000 mAh ബാറ്ററിയാണ്. സാധാരണ ഈ ഒരു ബാറ്ററിയുടെ mAh പവർ കൂടുന്തോറും ഫോണിൻ്റെ വെയിറ്റും കൂടാറുണ്ട്, അത്രയും വലിയ ബാറ്ററി ഇരിക്കുന്നത് കാരണം. പക്ഷേ ഇവിടെ 6000 mAh ആയിട്ട് പോലും 200 ഗ്രാമിൽ താഴെ, അതായത് എക്സാക്റ്റ് 192 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. നേരത്തെയുള്ള ഇതിൻ്റെ മുൻ സീരീസ് ആയിട്ടുള്ള റെഡ്മി 9 പ്രൈമിനകത്ത് നിന്ന് 6 ഗ്രാം ഭാരം റെഡ്മി 10 പ്രൈമിലേക്ക് വന്നപ്പോൾ കുറഞ്ഞു. ഓർക്കുക, അവിടെ 5000 mAh ആ ഒരു റേഞ്ച് ബാറ്ററി ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് വന്നപ്പോൾ 6000 വന്നിട്ടും വെയിറ്റ് കുറയുകയാണ് ഉണ്ടായതെന്നുള്ളത് എടുത്തു പറയുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു തിക്നെസ് പറഞ്ഞാലും അധികമൊന്നുമില്ല, 9.5 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് തയ്യാറാക്കിയിരിക്കുന്നത് പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്, ഗ്ലാസ് ബോഡി അല്ല. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സ് കാണാം. പവർ ബട്ടൺ അടുത്ത് തന്നെയുണ്ട്. ഈ ഒരു പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം. ഫോണിൻ്റെ താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, ചാർജിംഗ് ഉള്ള USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ. ഇടത് സൈഡിൽ ഇത്തരത്തിൽ സിം ട്രേ, മുകളിൽ 3.5 mm ഓഡിയോ ജാക്ക്, വീണ്ടും ഒരു സ്പീക്കർ ഗ്രില്ല് കാണാം. അതുപോലെ IR ബ്ലാസ്റ്റർ ഇവിടെ കാണാം.
ഷവോമിയുടെ ഫോണുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് IR ബ്ലാസ്റ്റർ. അതുപോലെ ഇതിനകത്ത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണും. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് IR ബ്ലാസ്റ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് TV-യുടെയോ അല്ലെങ്കിൽ എയർ കണ്ടീഷണറിൻ്റെയൊക്കെ റിമോട്ടായിട്ട് ഈ ഒരു ഫോൺ നമുക്ക് ഉപയോഗിക്കാം. റിമോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ TV-യും അതുപോലെ എയർ കണ്ടീഷണറും ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സിം ട്രേ എങ്ങനെയാണെന്ന് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, ഒന്നും പേടിക്കേണ്ട. കാരണം നമുക്ക് ഒരേ സമയം തന്നെ 2 സിം കാർഡുകളും നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ ഉള്ളത് പുറത്തുള്ള കാര്യങ്ങളാണ് കണ്ടതല്ലേ. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് അകത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റെഡ്മി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പൊക്കെ ഇപ്പോൾ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് എടുക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് 60 ഹെഡ്സ് സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് 90 ഹെഡ്സിലേക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയങ്ങൾ മാത്രമേ 90 ഹെഡ്സിലേക്ക് മാറുകയുള്ളൂ. ഗെയിമിംഗ് പോലെയുള്ള ഹയർ റിഫ്രഷ് റേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ 90 ഹെഡ്സിലേക്ക് വരും. അല്ലെങ്കിൽ 45 ഹെഡ്സ് റിഫ്രഷ് റേറ്റിൽ നിൽക്കും. സാധാരണ ടെക്സ്റ്റൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് 60 ഹെഡ്സിലേക്ക് മാറേണ്ട സമയത്ത് അങ്ങനെ മാറും. ചുരുക്കി പറഞ്ഞാൽ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റാണ് ഈ ഒരു ഫോണിനുള്ളത്. അതുപോലെ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 400 നിറ്റ്സ് ആണ്. കുഴപ്പമില്ല, 400 നിറ്റ്സ് മാക്സിമം വെച്ചുകൊണ്ട് ഔട്ട്ഡോറിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും വലിയ വിഷയങ്ങളൊന്നും വരത്തില്ല. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇനിഷ്യലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പഞ്ച് ഹോളിലാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിപ്പം ഒരു ശകലം സാധാരണ പഞ്ച് ഹോളിനേക്കാൾ ഒരു അല്പം കൂടി വലിപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികുകൾ സാമാന്യം കനം കുറഞ്ഞു തന്നെയാണ്. എന്നാൽ ഇവിടെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്തിന് ഒരു അല്പം കനം കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് മീഡിയടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. ഓർക്ക് ഇതൊരു 4G പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 4G സ്മാർട്ട് ഫോണാണ്. ഈ ഒരു G88 എന്ന് പറയുന്ന പ്രോസസ്സർ 12nm പ്രോസസ്സറാണ്. നമ്മൾ നേരത്തെ മീഡിയടെക്കിൻ്റെ G85 എന്ന് പറയുന്ന പ്രോസസ്സർ ഉപയോഗിക്കുന്ന ഫോണുകളും G95 എന്ന് പറയുന്ന പ്രോസസ്സർ ഉപയോഗിക്കുന്ന ഫോണുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സറാണ് G88. G85ഉം G95ഉം സാമാന്യം തരക്കേടില്ലാത്ത നല്ല ഒരു മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോസസ്സറുകൾ തന്നെയാണ്. ആ ഒരു കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ മീഡിയടെക്കിൻ്റെ ഹീലിയോ G88 എന്ന ഒരു പ്രോസസ്സറും വരുന്നത്. 2 റാം വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ ലഭ്യമാകുക, 4GB 6GB. അതുപോലെ ഇൻറ്റേർണൽ മെമ്മറി വന്നിട്ട് 64GBയും 128GBയും ഉണ്ട്. ഈ ഒരു ഫോണിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2GB നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഈവൻ നമ്മൾ 4GB റാം വേരിയൻറ്റ് വാങ്ങിയാൽ പോലും റാം കൂടുതൽ ആവശ്യമാകുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് 2GB കൂടി കടം കൊണ്ടുകൊണ്ട് 4GB എന്നുള്ളത് 6GB റാമായിട്ട് മാറുകയും 6GB റാം വേരിയൻറ്റ് ഫോൺ വാങ്ങിയാൽ അത് 8GBയിലേക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വെർച്വൽ റാം അഥവാ എക്സ്റ്റൻഡഡ് റാം എന്ന ഫീച്ചർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് നൽകിയിരിക്കുന്ന റാം LPDDR4X റാമാണ്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ബാറ്ററി തന്നെയാണ്. കാരണം 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫോണിന് നൽകിയിട്ടുണ്ടെങ്കിലും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നമുക്ക് 22.5 വാട്ടിൻ്റെ അതായത് 18 വാട്ടിലും കൂടിയ ഫാസ്റ്റ് ചാർജർ തന്നെ നൽകിയിരിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഈ ഒരു ഫോൺ 18 വാട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. വേറെ ഏതെങ്കിലും 22.5 വാട്ട് ഒക്കെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു ഫോൺ നമ്മുടെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിങ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് 9 വാട്ട് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതായത് ഇത് 6000 mAh ബാറ്ററി ഉണ്ടല്ലോ ഫോണിന്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് ഒക്കെ 10000 mAh മുതലൊക്കെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6000 mAh എന്ന് പറയുമ്പോൾ അതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു പവർ ബാങ്ക് പോലെ വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിക്കാമെന്ന് ചുരുക്കം. 9 വാട്ടിൽ നമുക്ക് ഇതിൽ നിന്ന് Type-C ചാർജിങ് ഔട്ട് എടുത്ത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡിവൈസുകൾ, ഹെഡ്സെറ്റുകൾ, ഇയർഫോൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫോൺ തന്നെ ഉപയോഗിക്കാം, ഒരു പവർ ബാങ്ക് പോലെ. അടുത്തതായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 4 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്.
നൽകിയിരിക്കുന്നത്. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഫോൺ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഉപയോഗിച്ചപ്പോൾ തന്നെ ഫിംഗർ പ്രിൻറ്റ് നല്ല രീതിയിൽ ഇതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ പതിയുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ്, പ്ലാസ്റ്റിക് ബാക്കാണ്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം ഉള്ള ആ ഒരു കേസ് കൂടി ഇട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ക്യാമറ 4 ക്യാമറകൾ. പ്രധാനപ്പെട്ട പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. സാധാരണ നമ്മൾ സ്മാർട്ട് ഫോണുകളോടൊപ്പം കാണുന്നത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഇവിടെ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ വന്നിരിക്കുന്നു. അതുപോലെ അൾട്രാ വൈഡ് ക്യാമറയായിട്ട് സെക്കൻഡറി ക്യാമറയെ നൽകിയിരിക്കുന്നത് 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാമറകളായിട്ട് 2 മെഗാ പിക്സലിൻ്റെ വീതം ഒരു ഡെപ്ത് സെൻസറും ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് ഇത്തരത്തിൽ പഞ്ച് ഹോളിൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നൽകിയിരിക്കുന്നത്. ക്യാമറ ആപ്പിലേക്ക് നോക്കുമ്പോൾ പ്രോ മോഡുണ്ട്, അതുപോലെ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, മോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ നൈറ്റ് മോഡ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് മോഡുണ്ട്. 50 മെഗാ പിക്സലിൽ തന്നെ ഫോട്ടോകൾ എടുക്കാനുള്ളൊരു ഓപ്ഷൻ. അതുപോലെ ഷോർട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ, ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷോർട്ട് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ, പനോരമിക്, അതുപോലെ സ്ലോ മോഷൻ, ടൈം ലാപ്സ് തുടങ്ങിയ ഓപ്ഷനുകളും നമുക്ക് ഈ ഒരു ക്യാമറ ആപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോഴോ പാട്ട് കേൾക്കാനോ ഒക്കെ ഹെഡ്സെറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നേരത്തെ നമ്മൾ കണ്ട IR ബ്ലാസ്റ്റർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. അത് ഷവോമിയുടെ മിക്ക ഫോണുകളിലും IR ബ്ലാസ്റ്റർ ഉണ്ടാകാറുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടുണ്ട്. വൈഫൈ കോളിംഗ് എന്ന ഫീച്ചറും ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ കൊടുത്തിരിക്കുന്നു. അത് എത്രത്തോളം ഫാസ്റ്റ് ആണ് നമുക്ക് നോക്കാം. യെസ്, കുഴപ്പമില്ല, നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് റീഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക്. യെസ്, ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഫാസ്റ്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നാൽ ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUIയുടെ ലേറ്റസ്റ്റ് വെർഷൻ MIUI 12.5 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ആൻഡ്രോയിഡ് 11 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം ഓഡിയോ ക്വാളിറ്റി. ഫോണിൻ്റെ ഓഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കർ നൽകിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ ആ ഒരു സ്പീക്കറിന് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്പീക്കർ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിൽ ചില ഫോണുകളിലൊക്കെ സ്റ്റീരിയോ സ്പീക്കറായിട്ട് വരുമ്പോൾ ഇവിടുത്തെ ഇയർ പീസിൽ തന്നെ ആയിരിക്കും ആ ഒരു സൗണ്ട് ഔട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ഡെഡിക്കേറ്റഡ് ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൗണ്ടിൻ്റെ ഒരു ബാലൻസിങ് പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞോളട്ടെ. ബോട്ടം ഫയറിംഗ് സ്പീക്കറിലാണ് എനിക്ക് തോന്നുന്നു ഒരു 60% സൗണ്ട് കൂടുതൽ വരുന്നത് ആ ഒരു സൈഡിൽ നിന്നും. അതുപോലെ മുകളിലത്തെ സൈഡിൽ നിന്ന് ഒരു 40%, എൻ്റെ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്, ഏകദേശം ധാരണ, ഒരു 40% സൗണ്ട് ഔട്ടേ ഈ മുകളിൽ നിന്ന് വരുന്നുള്ളൂ. അത് നമ്മളിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഈ സ്പീക്കർ വെൻറ്റുകൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സ്റ്റീരിയോ സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ബാലൻസിങ് പക്കയല്ല എന്നൊന്ന് ഓർമ്മിച്ചുള്ളത്. അതൊന്നും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, എന്നിരുന്നാലും ഓർമ്മിച്ചു എന്ന് മാത്രം. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്. തരക്കേടൊന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓവർ സാച്ചുറേഷനും നൽകിയിട്ടില്ല. നാച്ചുറലി നമ്മൾ കാണുന്ന ഒരു കളർ എങ്ങനെയാണോ അത്തരം ഒരു കളർ തന്നെയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല. മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഷവോമി ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷനാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് കാണാം. അതിൽ തന്നെ മികച്ച ഒരു ക്യാമറ സെറ്റപ്പും അതുപോലെ മികച്ച ബാറ്ററി സെറ്റപ്പും ഒക്കെ ആയിട്ട് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോസറും ഒക്കെ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഷവോമി Redmi 10 Prime എന്ന ഈ ഒരു ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്ത് തന്നെയായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, മികച്ച ഒരു പ്രൈസിൽ തന്നെ ആയിരിക്കും ഷവോമി Redmi 10 Prime എന്ന ഈ ഒരു ഫോണിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.